ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നൊരു ചെറിയ ഔട്ടിംഗ് ആട്ടോ. എല്ലാവരും വെച്ചാൽ എൻ്റെ മൂത്താത്തല്ല, ബാക്കി എല്ലാവരും ഉണ്ട്. ഉമ്മല്ല. ഞങ്ങൾ പോയോണ്ടിരിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ താത്താടെ മോള് മുടി ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ചാവക്കാട് ചെറിയ സ്റ്റോഴ്സിന്റെ ഉള്ളിലായിട്ടുള്ള കടയിൽക്കട്ട പോകുന്നത്. എൻ്റെ മോളെ മുടി അവിടെ നിന്നിട്ടാ പറ്റാ. ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ അല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ ചാവക്കാട് റൂട്ടിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ബ്ലോക്കാണ്. കുറച്ച് നേരം ബ്ലോക്കിൽ അങ്ങനെ പെട്ട് അങ്ങനെ ബ്ലോക്കെല്ലാം മാറി ഞങ്ങളിവിടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ട്ടോ. അവിടുത്തെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാന്. മാമാട്ടിയായിട്ട് ഞങ്ങള് വീട്ടിലൊരു മോൾക്ക് മുടി കട്ട് ചെയ്യുന്നത്. അവളെ മുടി തീരെ ഉള്ളില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ഭംഗി. എൻ്റെ മോള് പിന്നെ ഓരോ പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ടിനനുസരിച്ച് പാട്ട് പാടുക, സ്റ്റെപ്പ് ഇടുക, അങ്ങനെയൊക്കെ ചെയ്ത് പാട്ട് പാടാനൊന്നും അറിയില്ലെങ്കിലും ഓരോ പാട്ട് കേൾക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വരികൾ ഞാൻ അനുസരിച്ച് കേട്ടിട്ട് ഇങ്ങനെ പാടാൻ ശ്രമിക്കും. അതുപോലെ ഓരോ സ്റ്റെപ്പ് കാണുമ്പോൾ അത് സ്റ്റെപ്പ് കളിക്കാൻ ഡാൻസ് കളിക്കാനൊക്കെ ശ്രമിക്കും. ആൾക്ക് ഭയങ്കര പാട്ട് ഇഷ്ടമാണ്, ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്, പാട്ട് അങ്ങനെ കേൾക്കാനും ഒക്കെ ഒരുപാടായിട്ട് ഇഷ്ടമാണ്. അങ്ങനെ അവിടുന്ന് ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി മന്നലാങ്കുന്ന് ബീച്ചിൽ പോകുന്നത്. ഞങ്ങൾ നിത്യതും പോവാറുള്ള ബീച്ച് ചാവക്കാട് ബീച്ച്, അല്ലെങ്കിൽ തന്നെ ഇവിടെ ചാവക്കാടിന്റെ ഇടയ്ക്ക് ഒരു അഫ്രൈൻസ് ബീച്ച് അങ്ങോട്ടൊക്കെ പോവാറ്. മന്നലാങ്കുന്ന് ബീച്ചിലേക്ക് ഇതുപോലെ ഒരു വട്ടം കുറെ മുന്നേ ഇതുപോലെ പോയിട്ടുണ്ട്. രണ്ടാമതായിട്ടാണ് മന്നലാങ്കുന്ന് ബീച്ചിൽ പോയിട്ടുള്ളത്. ഈ ഒരു ഐറ്റം കണ്ട ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള സ്പ്രിങ് പോലെ ആക്കിയിട്ട് അങ്ങനെ ഒരു സംഭവമായിട്ട് അതില് നമ്മള് സോസ് കടലമാവിൽ മുക്കിയിട്ട് അതുപോലെ സോസ് മയോണൈസ് ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഐറ്റം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് കഴിക്കാൻ മക്കൾക്കൊക്കെ ഒരുപാടായിട്ട് ഇഷ്ടമായി. ഞങ്ങൾ വലിയവർക്കും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിങ്ങനെ ഒരു പീസിന്റെ റേറ്റ് വരുന്നത് 50 രൂപ ആയിട്ടാണ്. നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഒരിക്കലും ഇതുപോലെ പൊന്നാനി കർമ്മയിൽ പോയപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ. അന്ന് എനിക്ക് എന്തോ ഇത് കഴിക്കാനൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ അത് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഇട്ട്. അപ്പോൾ അന്നത്തെ കാര്യം ഞാൻ ഓർക്കണം, അന്നത് കഴിച്ചിരുന്നെങ്കിൽ. അപ്പൊ നമുക്ക് എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ ഈ ഫുഡ് കഴിക്കുക ഓരോ ഫുഡിന്റെ ലുക്ക് കണ്ടിട്ടാ ഞാൻ ഫുഡ് കഴിക്കുക. അപ്പൊ ഞാൻ അന്ന് ഇത് കണ്ടപ്പോൾ അങ്ങനെ വലിയാണ്ട് ഇഷ്ടമല്ല, ഞാൻ കഴിച്ചില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ട്രൈ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ പാനിപ്പൂരിയും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പാനിപ്പൂരി ഞാൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷെ കുട്ടികൾക്ക് അല്ലാണ്ടായിട്ട് ഇഷ്ടമായില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ മന്നാലാങ്കുന്ന് ബീച്ചിൽ വരികയാണെങ്കിൽ ഈ പാനിപ്പൂരും പിന്നെ ഈ ഉരുളക്കിഴങ്ങിന്റെ സാധനമൊക്കെ ട്രൈ ചെയ്യണം. മന്നാലാങ്കുന്ന് ബീച്ചിൽ മാത്രമല്ല, ചിലപ്പോൾ ചാവക്കാട് എല്ലാ ബീച്ചിലും ഓൾമോസ്റ്റ് ഇപ്പൊ ഉണ്ട്. അപ്പം എന്തായാലും കാണണമെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, അടിപൊളി. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കോൺ പോപ്പ് ഐസ്ക്രീം, ബട്ടർ സ്കോച്ച് ഫ്ലേവർ ആയിട്ട് ഞാൻ കഴിച്ചത്. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ബീച്ചിലിരുന്ന് നൈറ്റ് ഇങ്ങനെ ബീച്ചിലിരിക്കാനും ആ കാറ്റൊക്കെ കൊണ്ടിരിക്കാനും ഒക്കെ ഭയങ്കര രസമാണ്. കുറച്ചു നേരം ഞങ്ങൾ എല്ലാവരും കൂടെ ബീച്ചിലിരുന്ന് എവിടേക്കെങ്കിലും ഒന്ന് കറങ്ങാൻ പോകാന്ന് വെച്ചാൽ കൂടുതൽ സന്തോഷം പോവാന് മക്കൾക്കുണ്ടാവും. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, പക്ഷെ മക്കൾക്ക് കൂടുതൽ എൻജോയ് ചെയ്യാലോ. അവർക്ക് ഇതുപോലെ ബീച്ചിൽ നൈറ്റ് വരാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഞങ്ങൾ മിക്കതും ബീച്ചിൽ നൈറ്റ് ആയിട്ട് വരാം. നൈറ്റ് ഇരിക്കാനൊരു പ്രത്യേക രസമാണ്. ഇതിൽ ഞങ്ങൾ എൻ്റെ മൂത്താത്താൻ ഒരുപാട് മിസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം തിരിച്ച് പോവുകയാണ്. അപ്പോൾ അതിനിടയിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇൻസ്റ്റയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് ഇൻസ്റ്റയിലുള്ള ഇപ്പോൾ എല്ലാതും അങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള സ്വർഗത്തിലേക്ക് പോകാൻ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഉമ്മാനെയും കൂടിയും വിളിച്ചിട്ടുണ്ട്. സ്വർഗത്തിലെത്തി ഞങ്ങൾ. സ്വർഗത്തിലത്തെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അവിടെ എന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡ്, പിന്നെ ചിക്കൻ ഈസ്റ്റു, ബീഫ് ഈസ്റ്റു, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ചിക്കൻ 65 അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മളെ സേമിയത്തിൻ്റെ ഐസ്ക്രീം ഉണ്ട്. അപ്പോൾ അത് മേടിച്ചു കൊടുക്കാത്തതിന് എൻ്റെ ഒരു മോള് പിണങ്ങി നിൽക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് കാണാം.